വിശദമായ വാർത്തകളിലേക്ക്. നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. നടിയെ ആക്രമിച്ച സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുവെന്ന് വിലയിരുത്തിയ കോടതി ദിലീപിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നും നിരീക്ഷിച്ചു. ഹൈക്കോടതി ഹർജി തള്ളിയ സാഹചര്യത്തിൽ ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ തുടരുകയാണ്. 12 പേജുള്ള വിധിന്യായത്തിൽ ദിലീപിനെതിരെ കടുത്ത നിരീക്ഷണങ്ങളും പരാമർശങ്ങളും കോടതി നടത്തിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ ദിലീപിന് പങ്കാളിത്തമുണ്ടെന്ന് സംശയിക്കുന്നതിന് ശക്തമായ തെളിവുകളുണ്ടെന്ന് കോടതി വിലയിരുത്തി. അന്വേഷണം പൂർത്തിയാക്കാത്ത സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ വലിയ സ്വാധീനമുള്ള പ്രതി തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിക്കും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദവും കോടതി അംഗീകരിച്ചു. ക്രൂരമായ കുറ്റകൃത്യമാണ് നടന്നതെന്ന് കോടതി വിലയിരുത്തി. നടിയെ ആക്രമിച്ച സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു. കൃത്യത്തിൽ ദിലീപിനെതിരായ തെളിവുകൾ നിരത്താൻ പ്രോസിക്യൂഷന് സാധിച്ചതായും കോടതി കണ്ടെത്തി. ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോണും മെമ്മറി കാർഡും കണ്ടെത്താനുണ്ട്. ഭാവിയിൽ ഇത് പുറത്തുവന്നാൽ ഇരയുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്ന നിരീക്ഷണവും വിധിന്യായത്തിലുണ്ട്. അപ്പുണ്ണിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഇയാൾ ഒളിവിലാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യവും കോടതി പരിഗണിച്ചു. അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ തുടരും. ആദ്യ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനാൽ നാളെ ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയോ സാഹചര്യം മാറിയ ശേഷം ഹൈക്കോടതിയെ തന്നെ സമീപിക്കുകയോ ആണ് ഇനി ദിലീപിന് മുന്നിലുള്ള പോംവഴി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിന്റെ കൈവശം 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമിയുള്ളതായി രേഖകൾ. ദിലീപ് 55 ഇടപാടുകളിലായി 21.67 ഏക്കർ ഭൂമി സമ്പാദിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് ശേഖരിച്ച രേഖകളിലാണ് ഭൂമി സംബന്ധിച്ച വിവരങ്ങളുള്ളത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാൻ കഴിയുക 15 ഏക്കർ ഭൂമി മാത്രമാണ്. ഭൂമി ഇടപാടിൽ ദിലീപിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചതായും സൂചനയുണ്ട്. ദിലീപിനെതിരെ റവന്യൂ വകുപ്പ് മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംസ്ഥാനത്തെ 5 ജില്ലകളിലായി ദിലീപ് നടത്തിയ ഭൂമി ഇടപാടിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമി കൈവശം വച്ചിരിക്കുന്നതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ദിലീപിന്റെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച് രജിസ്ട്രേഷൻ വകുപ്പ് സമാഹരിച്ച രേഖകൾ പ്രകാരമാണ് ഒരാൾക്ക് കൈവശം വയ്ക്കാൻ നിയമപരമായുള്ള ഭൂപരിധിക്ക് മുകളിൽ ഭൂമിയുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ, ദിലീപ്, മകൾ എന്നിവരടങ്ങിയ കുടുംബത്തിന്റെ കൈവശം നിലവിൽ 21.67 ഏക്കർ ഭൂമിയാണ് രേഖകളിൽ ഉള്ളത്. 1963 ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു കുടുംബത്തിന് പരമാവധി കൈവശം വയ്ക്കാനുള്ള ഭൂപരിധി 15 ഏക്കറാണ്. അളവിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ നിയമത്തിലെ 120A പ്രകാരം റവന്യൂ വകുപ്പ് ഭൂമി മിച്ചഭൂമിയായി കണക്കാക്കണം. മാത്രമല്ല, റവന്യൂ വകുപ്പ് ഈ വിവരം സബ് രജിസ്ട്രാറെ അറിയിക്കുകയും വേണമെന്നാണ് ചട്ടം. ദിലീപിന്റെ കാര്യത്തിൽ റവന്യൂ വകുപ്പ് ഈ നടപടികൾ സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല, താലൂക്ക് ലാൻഡ് ബോർഡിൽ മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്യാനും നാളിതുവരെ തയ്യാറായിട്ടില്ല. ദിലീപിന്റെ നിയമവിരുദ്ധ ഭൂമി ഇടപാടുകൾക്ക് റവന്യൂ വകുപ്പിന്റെ സഹായം ലഭിച്ചുവെന്നാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ദിലീപിന്റെ ഭൂമി ഇടപാട് സംബന്ധിച്ച രേഖകളിൽ ഇപ്പോഴും റവന്യൂ വകുപ്പിന് അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട്. ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമിയാണ് ദിലീപ് കൈവശം വച്ചിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ PC ജോർജ് MLAയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് PC ജോർജ് ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരാമർശത്തിന് കാരണമാകുന്ന തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ PC ജോർജിനെയും ചോദ്യം ചെയ്യുന്നത്. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് PC ജോർജ് MLA വിവാദ പരാമർശം നടത്തിയത്. ദിലീപിനെ കൊടുക്കാൻ കോടിയേരി ബാലകൃഷ്ണനും ADGP B സന്ധ്യയും ഒരു തിയേറ്റർ ഉടമയും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പരാമർശം. മാത്രമല്ല, കാക്കാട്ട് ജയിലിൽ വെച്ച് പൾസർ സുനി കത്തയച്ചതിന് പിന്നിൽ ജയിൽ സൂപ്രണ്ടും ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് PC ജോർജ് മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം PC ജോർജിൽ നിന്ന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചത്. ആലുവ റൂറൽ SP AV ജോർജ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പ്രമാദമായ കേസിൽ ഒരു ജനപ്രതിനിധി തന്നെ പ്രതിക്ക് അനുകൂലമായി സംസാരിച്ചത് ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ എന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയും. MLAയുടെ ആരോപണം രാഷ്ട്രീയ പ്രേരിതം എന്നതിനപ്പുറം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥയ്ക്കും എതിരായതിനാൽ ഇക്കാര്യങ്ങളിൽ കൃത്യമായി ചോദിച്ചറിയും. അതേസമയം തന്നെ വിരട്ടാൻ ആരും നോക്കേണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നുമായിരുന്നു PC ജോർജിന്റെ മറുപടി. പിന്നെ ഗൂഢാലോചന നമ്മുടെ ദിലീപിന്റെ കേസിലുണ്ടെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്താമെല്ലാം പോലീസിന് ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഫോണിൽ വിളിച്ചാൽ മതി, വരാൻ പറയാം, ഞാൻ സമയം കൊടുക്കാൻ വന്നാൽ മതി, പറഞ്ഞു കൊടുക്കും. ഒരു പൊതുപ്രവർത്തന നിലയിൽ ഇപ്പൊ ഈ ഗൂഢാലോചനയിൽ നമ്മുടെ ദിലീപിനെ കൊടുക്കാൻ ഞാൻ പറഞ്ഞ 3 ആളുകൾ ഗൂഢാലോചന നടത്തി കാണുമെന്നാണ് എന്റെ വിശ്വാസം. അത് പറയാൻ സ്വാതന്ത്ര്യമില്ലേ?
രാഷ്ട്രീയ പ്രവർത്തനം അത് പറയും, ഇനിയും പറയും. ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ തള്ളിയ പ്രതിക്ക് വേണ്ടി ഒരു ജനപ്രതിനിധി തന്നെ രംഗത്ത് വന്നത് വലിയ ആക്ഷേപങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജുമായി ദിലീപിന് റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ളതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തന്നെ അപായപ്പെടുത്താൻ ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് PT തോമസ് MLA പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി. വാഹനത്തിന്റെ ടയറുകളുടെ നട്ടുകൾ ഇളക്കിയെന്നാരോപിച്ചായിരുന്നു പരാതി. ഇന്നലെ വൈകിട്ട് പൊന്നൂരുന്നി പാലത്തിന് സമീപമായിരുന്നു സംഭവം. വഴിയാത്രക്കാരാണ് കാറിന്റെ ടയറുകൾ ഇളകിയതായി അറിയിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിന്റെ 4 ടയറുകളുടെയും നട്ടുകൾ ഇളക്കിയതായി കണ്ടെത്തി. തുടർന്നാണ് ഇന്ന് ഉച്ചയോടെ MLA പരാതി നൽകിയത്. വാർത്തകൾ തുടരുന്നു. മെഡിക്കൽ കോഴ വിവാദത്തിൽ ഉൾപ്പെട്ട വർക്കല SR മെഡിക്കൽ കോളേജ്, ചെർപ്പുളശ്ശേരി കേരള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 7 കോളേജുകൾക്ക് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ പ്രവേശനാനുമതി നിഷേധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് MCAയുടെ നടപടി. ഇതോടെ സംസ്ഥാനത്തിന് 1000ഓളം MBBS സീറ്റുകൾ നഷ്ടമാകും. മെഡിക്കൽ കോളേജ് കോഴയിൽ വിശദീകരണവുമായി കോളേജ് ഉടമ R ഷാജി. BJP നേതാവ് RS വിനോദ് പറഞ്ഞതനുസരിച്ചാണ് സതീഷ് നായർക്ക് പണം നൽകിയതെന്ന് R ഷാജി. അതേസമയം അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ലെന്ന് BJPയുടെ തീരുമാനം. BJPയുടെ മെഡിക്കൽ കോളേജ് അഴിമതി ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കി. അഴിമതി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് MP രാജേഷ് MP ലോക്സഭയിൽ നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. അനുമതി നൽകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അതേസമയം ഗോരക്ഷയുടെ പേരിലുള്ള ആക്രമണങ്ങളിൽ ലോക്സഭയിൽ പ്രതിഷേധമുയർത്തിയ 6 MPമാരെ സ്പീക്കർ സുമിത്ര മഹാജൻ സസ്പെൻഡ് ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ MP എന്നിവരടക്കമുള്ള കോൺഗ്രസ് MPമാരെ 5 ദിവസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. ചോദ്യോത്തരവേള നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരസിച്ചതിന് ചെയറിന് നേരെ പേപ്പർ എറിഞ്ഞായിരുന്നു MPമാരുടെ പ്രതിഷേധം. ആറന്മുള മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരിമറി നടത്തിയതിന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിനെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം ആരംഭിച്ചു. കേന്ദ്രത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലഭിച്ച 87 ലക്ഷം രൂപയിൽ 35 ലക്ഷം രൂപയുടെ കണക്ക് ഹാജരാക്കിയില്ല എന്ന പരാതിയിലാണ് അന്വേഷണം. മെഡിക്കൽ കോളേജ് കോഴയിൽ BJP തിരുത്തൽ നടപടിയെടുക്കണമെന്ന് RSS പ്രാന്തകാര്യവാഹക P ഗോപാലൻകുട്ടി മാസ്റ്റർ. RSS ഇക്കാര്യത്തിൽ ഇടപെടില്ലെന്നും ഗോപാലൻകുട്ടി കോഴിക്കോട് പറഞ്ഞു. BJP നേതാക്കളുടെ കോഴയിടപാടിൽ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാക്കളിൽ നിന്ന് അധ്യക്ഷൻ അമിത് ഷാ വിശദീകരണം തേടി. സംഘടനാ ചുമതലയുള്ള നേതാക്കളായ ഭൂപേന്ദർ യാദവ്, നളിൻ കട്ടിൽ എന്നിവരുമായി രാജസ്ഥാനിൽ വെച്ചാണ് അമിത് ഷാ ചർച്ച നടത്തിയത്. സംസ്ഥാന നേതാക്കളുടെ സ്വത്തിടപാടുകളിൽ RSS കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. അമിത് ഷാ ദില്ലിയിലെത്തിയ ശേഷം സംസ്ഥാന നേതൃമാറ്റം ചർച്ച ചെയ്യും. കോവളം MLA വിൻസെന്റിനെതിരെ പരാതി നൽകിയ വീട്ടമ്മയ്ക്ക് നേരെ ചീമുട്ടയെറിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ. തെളിവെടുപ്പിനായി ബാലരാമപുരത്തെ വീട്ടിലെത്തിച്ചപ്പോൾ വീട്ടമ്മയ്ക്ക് നേരെ അസഭ്യവർഷവുമായി സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. മുദ്രാവാക്യം വിളികളുമായി സ്ഥലത്ത് തടിച്ചുകൂടിയ കോൺഗ്രസുകാർ 1 മണിക്കൂറിലേറെ റോഡ് ഉപരോധിച്ചു. വിൻസെന്റ് സ്ത്രീയെ പീഡിപ്പിച്ചത് 2 തവണയെന്ന് തെളിയിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്തായി. 2016 സെപ്റ്റംബർ 10-നും നവംബർ 16-നുമായി 2 തവണയാണ് കോവളം MLA M വിൻസെന്റ് ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തതെന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അനുവദിക്കരുതെന്നും റിമാൻഡ് അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. പീഡിപ്പിക്കപ്പെട്ട ദിവസം പരാതിക്കാരിയായ സ്ത്രീ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസ് വീട്ടമ്മയുടെ ബാലരാമപുരത്തെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. പരാതിക്കാരിയായ വീട്ടമ്മയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തത്. തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ഒരു വിഭാഗം സ്ത്രീകൾ കടുത്ത അസഭ്യവർഷവുമായി തെളിവെടുപ്പ് നടക്കുന്ന വീടിന് മുന്നിലെത്തി. 10-ൽ താഴെ പോലീസുകാർ മാത്രമാണ് അപ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നത്. കൂട്ടത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി പോലീസിനും പരാതിക്കാരിയായ വീട്ടമ്മയ്ക്കുമെതിരെ മുദ്രാവാക്യം വിളികളുമായി റോഡ് ഉപരോധം ആരംഭിച്ചതോടെ സമീപ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. പോലീസിനെയും വീട്ടമ്മയെയും ചീമുട്ടയെറിയുമെന്ന നിലപാടിലായിരുന്നു അവർ. ബാലരാമപുരത്തെ വീട്ടിൽ താമസിപ്പിച്ചാൽ വീട്ടമ്മ ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയതോടെ ബന്ധുവീട്ടിലേക്ക് മാറ്റാൻ പോലീസ് തീരുമാനിച്ചു. കടുത്ത പ്രതിഷേധത്തിന് നടുവിലൂടെ പോലീസ് വാനിൽ ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രവർത്തകർ മുട്ടയേറി തുടങ്ങി. എന്നാൽ പോലീസ് സംയമനം പാലിച്ചതിനാൽ കടുത്ത സംഘർഷം ഒഴിവായി. പരാതിക്കാരിയായ വീട്ടമ്മയെ ബാലരാമപുരത്തെ വീട്ടിൽ താമസിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികളായ കോൺഗ്രസ് പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ.